Hello everyone. In this video I am directly going to focus on the neural networks, which is one of the main constituents of soft computing. Still, I would like to provide a very brief introduction on what soft computing is. It is a new multidisciplinary field, and as we all know, it comes under the computer science area or the trending artificial intelligence area, which is now also known as the computational intelligence, but as of now we'll just focus on the term artificial intelligence. So this mainly focuses on three main aspects, that is approximation, uncertainty, imprecision and partial truth. And as we have learned already, the role model for the soft computing is the human mind itself. And soft computing, as already said, it is dealing with imprecision, uncertainty, partial truth and approximation, and this is all done so that it can achieve the tractability, robustness and a low solution cost. So why it is taking this human as the role mind is because humans can take decisions, infer from the various previous situations. നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് വെച്ച് നമുക്കൊരു കാര്യങ്ങളിൽ ഇൻഫറൻസസിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. ഒരു ചേഞ്ചിങ് എൻവറോൺമെൻറ്റ് വരികയാണെങ്കിൽ അവിടത്തേക്കുള്ള ഒരു അഡാപ്റ്റബിലിറ്റി, പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലേണിംഗ് ടു ഡു ബെറ്റർ ആൻഡ് അവർ സോഷ്യൽ ബിഹേവിയർ. സോ ഇങ്ങനെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ മെയിൻ 3 കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നത്. അപ്പോൾ അതിലത്തെ ഈ ഫസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡിസിഷൻ എടുക്കാനുള്ളതും ഇൻഫറൻസിനും വേണ്ടി, അതിൽ നിന്നാണ് നമ്മൾ ഏതിലോട്ട് വന്നത്, ഫസി ലോജിക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. സിമിലർലി ഈ ഇൻഫറൻസ്, അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് ചെയ്യുക, അഡാപ്ഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ആൻഡ് സിമിലർലി അഗെയിൻ അഡാപ്റ്റിംഗ് ആൻഡ് ദ ലേണിംഗ് ടു ഡു ബെറ്റർ ആൻഡ് ദ സോഷ്യൽ ബിഹേവിയർ. ഈ സോഷ്യൽ ബിഹേവിയർ എന്നാണ് നമ്മുടെ ഇവല്യൂഷണറി അൽഗോരിതംസ്. അപ്പോൾ ഈ ഇവല്യൂഷണറി അൽഗോരിതത്തിൻ്റെ ഒരു സ്മോൾ പോർഷനാണ് നമ്മൾ പഠിക്കുന്ന ഈ ജനറ്റിക് അൽഗോരിതം. സോ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിലെ മെയിൻ 3 കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ 3 ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഫസി ലോജിക് ആൻഡ് ജനറ്റിക് അൽഗോരിതംസ്. സോ ഇത് ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മാത്രമല്ല, യു ഓൾസോ ഹാവ് ദ ഹൈബ്രിഡ് സിസ്റ്റംസ് എക്സിസ്റ്റിംഗ്. സോ അതാണ് ഈ ജി എ ഫസി, ന്യൂറോ ഫസി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റംസിലോട്ടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വി ആർ ലേണിംഗ് ഓൺലി ദ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ ഞാൻ കുറച്ച് വിടുകയാണ്, നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്. സോ we'll just start focusing on artificial neural networks, that is ANN. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് വി ഓൾ നോ നമ്മുടെ ബയോളജിക്കൽ ന്യൂറോൺ സിസ്റ്റത്തിൻ്റെ സിംപ്ലിഫൈഡ് മോഡലാണ്. അപ്പോൾ ഈ ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ മാസീവ്ലി പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിലത്തെ മെയിൻ എലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂറോൺസ് ആണ്. അപ്പോൾ ഈ ന്യൂറോൺസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് ദ എബിലിറ്റി ടു ലേൺ ആസ് വെൽ ആസ് എക്യൂർ നോളജ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ ബയോളജിക്കൽ നെർവസ് സിസ്റ്റത്തിലെ ഈ ഒരു ന്യൂറോൺ എന്ന് പറയുന്ന എൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും വെച്ച് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തെടുത്തൊരു നെറ്റ്വർക്കാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഈ ഒരു ന്യൂറോൺസിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ലേൺ. And this learning process is what is known as training. And training കഴിഞ്ഞ് when it is applied to a particular problem or it has the ability to solve a problem, that is what is termed as inference. ഓക്കെ, ഈ ANN എന്നുള്ള ഈ ഒരു ടേം, ANN അല്ലെങ്കിൽ NN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ സിസ്റ്റം, കണക്ഷനിസ്റ്റ് നെറ്റ്വർക്ക്, ന്യൂറോ കമ്പ്യൂട്ടേഴ്സ്, പാരലൽ ഡിസ്ട്രിബ്യൂട്ട്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഓക്കെ, ആൻഡ് ആ മെയിൻ പ്രോസസ്സിംഗ് എലിമെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂറോൺസ്, ഓർ യു ക്യാൻ സേ ഇറ്റ് ആസ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ്. അപ്പോൾ ഇൻ ജനറൽ ANN അല്ലെങ്കിൽ NN എന്നുള്ളൊരു ടേം തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുക. സോ NN എന്ന് ജനറലി പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് തന്നെയാണ്. So before we move on to know how this ANN works or how do you model an ANN, നമുക്ക് ആദ്യം ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, നമ്മുടെ ഈ BNN, നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സ്കൂൾ ലെവൽ തൊട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് ഒരു BNNൻ്റെ സ്ട്രക്ചർ. സോ നമുക്ക് മെയിൻ ഇപ്പോൾ കമ്പോണൻസ് ഏതാണെന്ന് നോക്കാം. യു ഹാവ് ദ സെൽ ബോഡി, അല്ലേ? സെൽ ബോഡി അല്ലെങ്കിൽ സോമ, ഈ ഒരു ന്യൂറോണിൻ്റെ ഈ ഒരു ഔട്ടർ സ്ട്രക്ചർ, അതിൻ്റെ സെൻറ്ററിലുള്ള പാർട്ട് എന്തായിരുന്നു? നമ്മുടെ ന്യൂക്ലിയസ്.
സോ ന്യൂക്ലിയസ് സെൽ ബോഡി ഉണ്ട്. ഇത് കൂടാണ്ട് ആസ് യു നോ നമ്മുടെ ഈ ന്യൂറോൺസിൻ്റെ ഈ അറ്റത്തുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് വാട്ട് യു കോൾ ആസ് ഡെൻഡ്രൈറ്റ്സ് അല്ലേ. ഈ ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് വാട്ട് വി കോൾ ആസ് ഡെൻഡ്രൈറ്റ്സ്. ആൻഡ് ഇൻ ഫ്യൂ ഹെയർ ലൈക്ക് സ്ട്രാൻഡ്സ്, ഈ ഹെയർ ലൈക്ക് സ്ട്രാൻഡ്സിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് കാണുന്നത്, സിനാപ്സ്. ഒരു ബൾബ് പോലത്തെ ഒരു ഷേപ്പിലൊരു ഓർഗൻ കാണാം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് ദ സിനാപ്സിസ്. ഇത് ഇവിടെ ഒന്നും കൂടെ വൃത്തിയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്കുള്ള ഒരു ഇൻ്റർ കണക്ഷൻ അല്ലേ, ഈ ഒരു ഇൻ്റർ കണക്ഷൻ പാത്ത്, ഇതിനെയാണ് വാട്ട് വി കോൾ ആസ് ദ ആക്സൺ. സോ ആസ് യു ക്യാൻ സീ ഈ ആക്സണിന്ന് ഇത് എങ്ങോട്ടേക്കാണ് കണക്ഷൻ പോകാൻ പോകുന്നത്, ഇറ്റ് ഇസ് ഗോയിങ് ടു ഗോ ടു അനദർ ന്യൂറോൺ അല്ലേ. അപ്പോൾ ഇങ്ങനൊരു ഒരുപാട് ന്യൂറോൺസിൻ്റെ ഒരു ഇൻ്റർ കണക്ഷൻ ആണ് നമ്മുടെ എന്ത് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഇതൊരു സിംഗിൾ സ്ട്രക്ചർ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. നമുക്കിപ്പം മെയിൻ 3 പാർട്സ് ഉണ്ട്, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സും ആക്സണും. അപ്പോൾ ഈ ഒരു ഡെൻഡ്രൈറ്റ്സ് വഴിയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു നെർവ് അടുത്ത നെർവിലേക്ക് ആ ആക്സൺ വഴി ഇറ്റ് ഇസ് ബീങ് കണക്റ്റഡ്. ആൻഡ് ദ ആക്സൺ ഇസ് വാട്ട് ഇസ് ക്യാരിങ് ദ ഇമ്പൾസസ് ഓഫ് യുവർ ന്യൂറോൺ അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദിസ് സിനാപ്സ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും. ആൻഡ് ഈ സിനാപ്സസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ഇൻഹിബിറ്ററി സിനാപ്സ് ഓർ ദ എക്സൈറ്റേറ്ററി സിനാപ്സ്. ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ പറയുന്ന പോലെ റിസീവിങ് സെല്ലിലോട്ടേക്കുള്ള ഫയറിംഗ് ഹിൻഡർ ചെയ്യും. പക്ഷേ എക്സൈറ്റേറ്ററി എന്ന് പറയുമ്പം ഇറ്റ് കോസസ് ദ ഫയറിംഗ് ഓഫ് യുവർ റിസീവിങ് സെൽ. അപ്പോൾ ഈ ഒരു എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ആണ് നമുക്ക് ഇൻ ജനറൽ വേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ പാസിങ് നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് എക്സൈറ്റേറ്ററി ആണോ ഇൻഹിബിറ്ററി ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ഒരു ത്രെഷോൾഡ് വാല്യൂ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് വാല്യൂ എക്സീഡ് ചെയ്യുമ്പോഴാണ് ന്യൂറോൺ ഇസ് ഫയറിംഗ്, or you can say it is having an excitatory synapse. Okay. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ മോഡൽ ചെയ്യുന്നത്. സോ മോഡൽ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് കാണിക്കുന്നു. ഇതിലെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് യു ഹാവിങ് ഇൻപുട്ട് സൈഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡ് എന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നമ്മളതിന് ശരിക്കും യൂസ് ചെയ്യുന്ന ടേം ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് സൈഡിൽ ആസ് യു ക്യാൻ സീ ദർ ആർ 2 ന്യൂറോൺസ് X1 ആൻഡ് X2. ഓക്കെ, ഈ X1ലേക്ക് കൊടുത്തിരിക്കുന്ന 2 അത് ഇത് ക്യാപിറ്റലാണ്, സ്മോൾ ലെറ്റർ X1 ആൻഡ് X2 കാണാം, വിച്ച് ഈസ് നോൺ ആസ് ദ activation. Okay, the activation or the signal that you are passing on to your input neuron. Then you have the Y, that is your output, and you have the ഈ ഭാഗത്തെയാണ് നമ്മൾ ഔട്ട്പുട്ട് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് സെക്ഷൻ ഈസ് യുവർ ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് യുവർ ഔട്ട്പുട്ട് സെക്ഷൻ. ഓക്കെ, നൗ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. You have something known as W1 and W2 and they are known as your weights. Okay, അപ്പോൾ X1 X2 എന്ന് പറയുന്ന ഇൻപുട്ട് ന്യൂറോൺസ് ഉണ്ട്, Y എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ ഉണ്ട്. ആൻഡ് ഈ ഒരു X1 Yയിലോട്ടേക്കുള്ള കണക്ഷൻസ്, ആ ഒരു കണക്ഷൻസിൽ certain weights കാണിച്ചിട്ടുണ്ട്, weights അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻസ്. They are being represented as W1 and W2. So before we move on to ഈ ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ summation of this input neurons and the weights to find the net input. Okay, അപ്പോൾ ഈ Y in എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചാൽ ഈ Yൻ്റെ മുകളിൽ നമ്മളൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന Y കിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു Yൻ്റെ മുകളിലേക്കാണ് നമ്മളൊരു ഈ നെറ്റ് Y in കിട്ടാൻ വേണ്ടിയിട്ടാണ് ദിസ് ഫോർമുല ഇസ് യൂസ്ഡ്. X1 W1 plus X2 W2. ഇതിപ്പോൾ ഒരു 2 ന്യൂറോൺസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. ഇൻ ജനറൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? മൈ Y in is going to be sigma xi wi അല്ലേ. അപ്പോൾ where your I is going to vary from 1 to n. സോ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂറോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ന്യൂറോണിനും അതിൻ്റേതായൊരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ലെവലിലുള്ള ആക്ടിവേഷൻ ഉണ്ട്. സോ അതാണ് നമ്മൾ ആ സ്മോൾ X1 X2 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇൻപുട്ട് സൈഡിൽ യു ഹാവ് 2 ന്യൂറോൺസ് X1 and X2 and the signal is being transmitted to another neuron Y.
So the net input is being given by yin is equal to x1 w1 plus x2 w2 and this is your final output. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനെയാണ് what we call as our activation function. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക yin is equal to x1 w1 plus x2 w2 എന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ മാത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഇല്ലേ. സപ്പോസ് യു ഹാഡ് ഓൺലി 1 ന്യൂറോൺ, നമ്മുടെ yin എന്തായിരിക്കും? yin will be equal to അല്ലേ, ഒറ്റ ന്യൂറോൺ ആണെങ്കിൽ അത് എന്താണ്? x1 w1 ആണ്. അപ്പോൾ നമ്മുടെ നിങ്ങൾ ബേസിക് മാത്സിൽ പഠിച്ചിരിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ. y is equal to mx, ഒരു ഇൻ്റർസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ mx plus c എന്ന് പറയുക. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. y ഈക്വൽ ടു mxൽ എമ്മിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? m is your slope. സിമിലർലി നമ്മുടെ ഇൻപുട്ട് ന്യൂറോൺ x1 നമ്മുടെ ഔട്ട്പുട്ടിലേക്കുള്ള y എന്ന് പറയുന്ന ന്യൂറോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇൻ്റർ കണക്ഷൻ അല്ലെങ്കിൽ വെയിറ്റിനും അതുപോലെ തന്നെ ഉള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഷോയിങ് ഇറ്റ് ഇൻ മോർ പ്രിസൈസ് മാനർ. അപ്പോൾ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് 2 ന്യൂറോൺസിന് വെച്ച് കാണിച്ചു. ബട്ട് യു മേ ബി ഹാവിങ് m നമ്പർ ഓഫ് ന്യൂറോൺസ് അല്ലേ. xm എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ യു മേ ബി ഹാവിങ് m number of neurons. So x1, x2, xm എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സൈഡിലുള്ള ന്യൂറോൺസ് ആണ്. ഓരോന്നും ശ്രദ്ധിക്കുക അല്ലേ. ഓരോ ന്യൂറോണിനും നമ്മുടെ നെക്സ്റ്റ് ന്യൂറോണിലേക്ക് യു ആർ ഹാവിങ് എ വെയിറ്റ് കണക്ഷൻ. സോ w1, w2 അപ് ടു wm. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതാണ് ഈ ഒരു സമ്മേഷൻ. അതായത് നമ്മുടെ നെറ്റ് ആ ഒരു സിഗ്മ എക്സ് ഐ ഡബ്ല്യു ഐ എന്നുള്ളൊരു ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ സിഗ്മ എക്സ് ഐ ഡബ്ല്യു ഐനെ പി റെപ്രസെൻറ്റേഷനിൽ വി കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച പോലെ yin. ഓക്കെ, സോ ഈ യിൻ്റെ മുകളിലേക്കാണ് നമ്മളൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ആ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് യു ആർ ഗെറ്റിംഗ് യുവർ ഔട്ട്പുട്ട് ആസ് ഫംഗ്ഷൻ ഓഫ് വാട്ട് എവർ ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ യു ഹാവ് അപ്ലൈഡ്. Okay, so this is basically how you are mathematically modeling your ANN. ഈ ഒരു ബേസിസിൽ നമുക്ക് BNN ആൻഡ് ANNൻ്റെ ടെർമിനോളജി നമുക്ക്, അതായത് ആ കറസ്പോണ്ടിങ് അനലോഗസ് ടേംസ്, ഈ ഒരു ടേം ഇവിടെ യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ANNൽ എന്താണ് ടേംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കോളം is giving you the terms in BNN and the second column the terms in ANN. So whenever I say our neurons, that is our basic structure cell, and whenever I talk about synapses, it means my weights or interconnections. So രണ്ട് type of synapses ഉണ്ട്, excitatory, inhibitory. That is going to be positive weight and negative weight in the case of ANN. Similarly, when you had the soma, അത് അവിടെയാണ് നമ്മുടെ പ്രോസസ്സിംഗ് മൊത്തം നടക്കുന്നല്ലേ. ന്യൂക്ലിയസ് ഇരിക്കുന്നത് ആ ഒരു സെൽ ബോഡി അല്ലെങ്കിൽ സോമയിലാണ്. സോ ദാറ്റ് ഈസ് യുവർ നെറ്റ് ഇൻപുട്ട് ആൻഡ് യുവർ ആക്സൺ ഇസ് കണക്റ്റിംഗ് അല്ലേ. നമ്മുടെ ആക്സൺ വഴിയാണ് നമ്മുടെ ഇമ്പൾസസ് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നത്. സോ ദാറ്റ് ആക്സൺ ഇസ് ഗിവിങ് യു ദ ഔട്ട്പുട്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ANN ആൻഡ് BNN ബേസിക്കലി ഒരു ANNൻ്റെ ബേസിക്സ് മാത്രമാണ് പറഞ്ഞത്. ANN ആൻഡ് BNNൻ്റെ ആ ഒരു റിലേഷൻ എങ്ങനെയാണ്, ഒരു BNNൻ്റെ പാർട്സും ജനറലി എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മോഡലിംഗ് ഓഫ് ANN. താങ്ക് യു.